എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള എലമെന്റ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആക്ച്വലി നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. FS shows a business financial position and financial performance using 5 elements. ആദ്യം നമുക്ക് എന്താണ് ഈ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് നോക്കാം. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ കമ്പനിയിൽ എത്ര അസറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ലയബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എത്ര ഇക്വിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ്, നമ്മൾ ACCL ഇതിനെ SOFP എന്ന് വിളിക്കും, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. സോ ഈ അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം എത്രയുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ഫിനാൻഷ്യൽ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് ഒരു പീരീഡിൽ പെർഫോം ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി നല്ല രീതിയിലാണോ പെർഫോം ചെയ്യുന്നത്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ACCL നമുക്കിത് SOPL, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ SOPL പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കാൻ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് SOPL. സോ ഇതാണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ പെർഫോമൻസും കാണിക്കാനാണ് നമ്മുടെ ബിസിനസ് FS പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്കതിൽ 5 എലമെന്റ്സിലോട്ടും പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് അസറ്റ്സ് എന്നുള്ളതാണ്. അസറ്റിനെ നമ്മൾ മലയാളത്തിൽ ആസ്തി എന്നാണ് പറയുക. സോ എന്താണെന്ന് നോക്കാം. സോ അസറ്റ് ഈസ് എ പ്രസന്റ് എക്കണോമിക് റിസോഴ്സ് controlled by the entity due to past events, has potential for future economic benefit. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, ഞാനതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമുക്കൊരു ഫുഡ് ഡെലിവറിയുടെ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു $2 lakh വെച്ചിട്ട് ഒരു ബൈക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഈ ബൈക്ക് പർച്ചേസ് ചെയ്തത് October 2025 ഇപ്പം കറൻ്റ്ലി ഇത് November 2025 ആണ്. ഞാൻ December 2025 ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങാം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 2 lakh ഞാൻ എന്ത് ചെയ്യും, ഇവിടെ പേ ചെയ്തിട്ടുണ്ട്. പേ ചെയ്തത് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഈവൻ്റ് ആണ്, കഴിഞ്ഞ കാര്യമാണ്. ഇറ്റ് ഈസ് എ പാസ്റ്റ് ഈവൻറ്റ്. ഓക്കെ, ഇപ്പം ഈ കറൻ്റ്ലി 2025 നവംബറിൽ എൻ്റെ ഈ ബൈക്കുണ്ട്. എനിക്ക് ആ ബൈക്കിൻ്റെ മേലെ എന്തുണ്ട്? കൺട്രോളുണ്ട്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ആ ബൈക്ക് എനിക്ക് യൂസ് ചെയ്യാം, റൈറ്റ് ടു യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ബൈക്ക് വെച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡിസിഷനും ആർക്കെടുക്കാം? എനിക്കെടുക്കാം. സോ അതാണ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത മാസം ഡിസംബർ മുതൽ ഞാൻ ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങുന്നു. എനിക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. സോ അങ്ങനെ അവിടെ എന്ത് ജനറേറ്റ് ആവുന്നു? ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ് ജനറേറ്റ് ആവുന്നു. ഇതാണ് സിംപിളി അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പാസ്റ്റ് ഈവൻ്റ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്കണോമിക് റിസോഴ്സ് കൺട്രോൾ ഉണ്ടോ, അത് വെച്ച് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എങ്കിൽ അതിനെയാണ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് എക്കണോമിക് റിസോഴ്സ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി ഡ്യൂ ടു പാസ്റ്റ് ഈവൻറ്റ്സ് ഹാസ് പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്.
ഇനി ഈ അസറ്റ്സിൽ തന്നെ 2 ടൈപ്സ് ഓഫ് അസറ്റ്സ് ഉണ്ട്. ഒന്ന് കറണ്ട് അസറ്റും രണ്ടാമത്തത് നോൺ കറണ്ട് അസറ്റ്. സോ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം അസറ്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം അസറ്റിനെയാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. സോ എന്താണ് കറണ്ട് അസറ്റ്? അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ കുറച്ച് ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ കേക്കാണെന്ന് വെച്ചോ, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കസ്റ്റമറിന് കൊടുത്തു. ആൻഡ് പുള്ളി പറഞ്ഞു പിന്നെ തരാം. ഓക്കെ, സോ ക്രെഡിറ്റ് സെയിൽസ് ഞാൻ നടത്തി. ഇയാൾ പറഞ്ഞു ഞാൻ ഈ ക്യാഷ് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ഒരു 1000 റുപ്പീസ് വിലയുള്ളൊരു കേക്കാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഈ ആളെ നമ്മൾ എന്ത് പറയും? റിസീവബിൾസ്. കാരണം ഈ 1000 റുപ്പീസ് നമുക്ക് അവകാശപ്പെട്ടതാണ്, ഇത് നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഈ മാസം തന്നെ ഈ 1000 റുപ്പീസ് തരാമെന്ന് പറഞ്ഞു. സോ റിസീവബിൾസ് ആണ്, ഇതൊരു കറണ്ട് അസറ്റാണ്. കാരണം പുള്ളി 1 മന്തിന് ഉള്ളിൽ തന്നെ തരും. സോ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മന്ത്സിന് താഴെയുള്ള അസറ്റ്സ്, 12 മാസവും അതിന് താഴെയുള്ള അസറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഈ റിസീവബിൾസ് എങ്ങനെയാണ് ഒരു കറണ്ട് അസറ്റായി അല്ലെങ്കിൽ ഒരു അസറ്റായത്? നമ്മൾ കേക്ക് കൊടുത്തു അല്ലേ? സോ ഇതൊരു പാസ്റ്റ് ഈവൻസ് ആണ്. നമുക്ക് ഈ പൈസയുടെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ട്, കാരണം നമുക്ക് അവകാശപ്പെട്ടതാണ്. സോ ഈ റിസീവബിൾ ആയിട്ടുള്ള പുള്ളിയുടെ മേലെ നമുക്കൊരു കൺട്രോൾ ഉണ്ട്, കാരണം പൈസ കിട്ടാനുള്ളതിൻ്റെ. ഓക്കെ, ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും? ഈ 1000 റുപ്പീസ് നമ്മുടെ കയ്യിൽ കിട്ടും. സോ ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെയാണ് റിസീവബിൾസ് എന്തായത്, ഒരു അസറ്റ് ആയത്. ഇത് ഒരു മാസത്തിനുള്ളിൽ കിട്ടുന്നത് കൊണ്ട് ഇതിനെ കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നു. സോ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം അസറ്റാണ്. 12 മന്ത്സിനുള്ളിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് നോൺ കറണ്ട് അസറ്റ്. നേരെ ഓപ്പോസിറ്റ് ആണ്, ലോങ് ടേം അസറ്റ് ആണ്. മോർ ദാൻ 12 മന്ത്സ് നമ്മുടെ കമ്പനിയിൽ ഉള്ള അസറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ്. ഓക്കെ, നമ്മൾ ബിൽഡിംഗ് പർച്ചേസ് ചെയ്തത് ഒരു 10 lakh റുപ്പീസിനാണെന്ന് വിചാരിക്കുക. സോ ഇതൊരു പാസ്റ്റ് ഈവൻ്റ് ആണ്. നമ്മൾ ഈ ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൽ എന്ത് കാര്യം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. സോ നമുക്ക് എന്തുണ്ട്? കൺട്രോൾ ഉണ്ട്. ഓൾസോ ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുന്നത്. സോ അതുവഴി എനിക്ക് എന്തുണ്ട്? എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. സോ അവിടെ ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ട്. സോ ഈ ബിൽഡിങ്ങും എനിക്ക് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റും? അസറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഞാൻ എൻ്റെ ബിസിനസ് കുറേ വർഷത്തേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ അത്രയും കാലവും ഈ ബിൽഡിംഗ് അവിടെ ഉണ്ടായിരിക്കും. എന്തായാലും മോർ ദാൻ 12 മന്ത്സ് എന്ത് ചെയ്യും? ഞാൻ ഈ ബിൽഡിങ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അങ്ങനെ മോർ ദാൻ 12 മന്ത്സ് യൂസ് ചെയ്യുന്ന അസറ്റിനെയാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ എലമെൻ്റ് ആണ് ലയബിലിറ്റി. മലയാളത്തിൽ നമ്മൾ ബാധ്യത എന്ന് പറയും. സോ എന്താണ് ലയബിലിറ്റി? ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഓഫ് എ ബിസിനസ് ടു ട്രാൻസ്ഫർ ആൻ എക്കണോമിക് റിസോഴ്സ് ടു അനദർ പാർട്ടി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്. എക്സാമ്പിൾ പറഞ്ഞു തരാം. ഞാൻ എന്ത് ചെയ്തു? ബാങ്കിൽ പോയി. ഓക്കെ, ഇത് ബാങ്കാണ്. ഞാൻ ബാങ്കിൽ പോയി കുറച്ച് ലോൺ എടുത്തു. ഒരു $50,000 ഞാൻ ലോൺ എടുത്തു. ഓക്കെ, എന്തിനാണ്? ഞാൻ നേരത്തെ നമ്മളൊരു ബൈക്ക് മേടിച്ചില്ലേ? സോ ആ ബൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 50,000 ലോൺ എടുത്തതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഞാൻ ലോൺ എടുത്തത് ഒക്ടോബറിലാണ്. ഇതിപ്പം നവംബറിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഒക്ടോബറിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഞാൻ ബാങ്ക് ലോൺ എടുത്തു. സോ അതാണ് ഇവിടെ പാസ്റ്റ് ഈവൻ്റ്. ബാങ്ക് ലോൺ എടുത്തു.
അതാണ് പാസ്റ്റ് ഈവന്റ്. എനിക്ക് ഈ നവംബറിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ 50,000 റുപ്പീസ് ലോൺ എടുത്തതിന് ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യണ്ടേ? ഇൻട്രസ്റ്റ് പേ ചെയ്യണം. സോ അതെൻ്റെ പ്രസന്റ് ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, പ്രസന്റ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ ബാധ്യസ്ഥതേനെയാണ് നമ്മൾ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തുണ്ട്? ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ. അതുപോലെ തന്നെ ഈ ബാങ്ക് ലോൺ തന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 ഒരു ഫെബ്രുവരി ആകുമ്പം ഈ ലോണ് തിരിച്ചടയ്ക്കണേ എന്നെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിക്കുക. സോ ഫെബ്രുവരി 2026 ഞാൻ എന്ത് ചെയ്യണം? ലോൺ റീപേ ചെയ്യണം. റീപേയ്മെൻ്റ് ഉണ്ട്. ഓക്കെ, റീപേയ്മെൻ്റ് ഉണ്ട്. അതെന്താണ്? എൻ്റെ എക്കണോമിക് റിസോഴ്സ്. ഈ 50,000 എന്ന് പറയുന്ന ക്യാഷ് അതെൻ്റെ എക്കണോമിക് റിസോഴ്സാണ്. അത് ഞാൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഞാൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ എക്കണോമിക് റിസോഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇതാണ് സിംപ്ലി ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ഒബ്ലിഗേഷൻ. നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ടു ട്രാൻസ്ഫർ ആൻ എക്കണോമിക് റിസോഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ആ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടു അനദർ പാർട്ടി. അനദർ പാർട്ടി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാങ്ക്. ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഈവൻ്റ് എന്തായിരുന്നു? ബാങ്ക് ലോൺ ഞാൻ എടുത്തത്. സോ ഇതാണ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. അസറ്റിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ ലയബിലിറ്റിക്കും ഉണ്ട്. കറണ്ട് ലയബിലിറ്റി ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ഡെറ്റ്, അതായത് ചുരുങ്ങിയ കാലത്തേക്ക് നമുക്ക് വരുന്ന കടങ്ങളില്ലേ, അതിനെയാണ് ഈ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ 1 ഇയറിനുള്ളിൽ, അതായത് 12 മന്ത്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പേ ചെയ്താൽ മതി. അങ്ങനത്തെ ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ആളാണല്ലോ. സോ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഫോർ $10,000. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഒരു 2 മാസം കഴിഞ്ഞ് തരാം, 2 മന്ത്സ് കഴിഞ്ഞ് തരാമെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? അത് സമ്മതിച്ചിട്ടുണ്ട്. സോ 12 മന്ത് എന്നുള്ളത് 12 മാസത്തിൽ താഴെയാണ്. സോ ഞാൻ 2 മാസത്തിനുള്ളിൽ പേ ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ഡെറ്റ്. ഇതെങ്ങനെയാണ് ഒരു ലയബിലിറ്റി ആയത്? ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലേ. സോ പർച്ചേസ് നടന്നു. സോ ഇതാണ് എന്ത്? പാസ്റ്റ് ഈവൻ്റ് ഇല്ലേ. ഞാൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഈ 10,000 പേ ചെയ്യാനായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് എക്കണോമിക് റിസോഴ്സസ്. സോ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇത് ലയബിലിറ്റിയാണ്. ഇത് 2 മന്ത് ഉള്ളത് കൊണ്ട് അത് നമുക്ക് കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തിന് മേലെയുള്ള കടങ്ങളില്ലേ, ലോങ് ടേം ഡെറ്റും കാര്യങ്ങളും ഒക്കെ 12 മന്ത്സിന് മേലെ നമുക്ക് വരുന്ന കടം, പേ ചെയ്യേണ്ടതായിട്ട് വരുന്ന കടങ്ങളെയാണ് നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു 5 lakh ബാങ്ക് ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതവർ പറയുവാണ്, നമുക്ക് 3 ഇയർ കൊണ്ട് ഈ ബാങ്ക് ലോണ് പേ ചെയ്ത് തീർത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. നമുക്ക് 3 വർഷം കഴിഞ്ഞ് പേ ചെയ്താൽ മതി. സോ ഇതാണ് നോൺ കറണ്ട് ആൻഡ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസിഡ്യുവൽ ഇൻട്രസ്റ്റ് ഇൻ അസറ്റ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ലയബിലിറ്റീസ്. അതായത് ഇമാജിൻ ഞാനൊരു കേക്ക് ഷോപ്പ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു $1 lakh ആണെന്ന് വിചാരിക്കുക. $1 lakh എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റാണ്. കാരണം
കമ്പനിയിൽ 1 lakh ക്യാഷ് വന്നു. സോ ഇറ്റ് ഈസ് അസറ്റ്. ഓക്കെ. ഇനി ഞാൻ ഓൾസോ ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ബാങ്ക് ലോൺ എടുക്കുന്നുണ്ട്. ഒരു $50,000 ഞാൻ ബാങ്ക് ലോൺ എടുക്കുന്നുണ്ട്. ഓക്കെ. സോ ഇത് എൻ്റെ ലയബിലിറ്റി. ഓൾസോ ഈ ബാങ്ക് ലോൺ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഈ 50,000 ക്യാഷും കിട്ടും. അതുപോലെ തന്നെ ഇത് പേ ചെയ്യാനുള്ളൊരു ലയബിലിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എനിക്ക് 1 lakh ക്യാഷ് ഉണ്ട്. സോ ടോട്ടലി ഇപ്പം എൻ്റെ ബിസിനസ്സിൽ എത്ര രൂപ ക്യാഷ് ഉണ്ട്? 1,50,000 ക്യാഷ് ഉണ്ട്. ഓക്കെ. ഇനി ഇവിടെ അപ്പം ടോട്ടൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ 1,50,000. സോ ടോട്ടലി ഇപ്പം എൻ്റെ എത്ര അസറ്റ് ഉണ്ട്? ടോട്ടൽ അസറ്റ് 1,50,000 ഉണ്ട്. ഇതിൽ എനിക്ക് എത്ര രൂപയാണ് ലയബിലിറ്റി ഉള്ളത്? നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഈ 50,000 ആണ് ലയബിലിറ്റി ഉള്ളത്. സോ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $50,000. ഓക്കെ. ഈ അസറ്റിൽ നിന്ന് ടോട്ടൽ അസറ്റിൽ നിന്ന് ഈ ടോട്ടൽ ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ 1,50,000 നിന്ന് 50,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 lakh എന്ന് കിട്ടും. 1 lakh എന്ന് കിട്ടും. ഈ 1 lakhiനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിറ്റി. നമ്മുടെ കമ്പനിയിലെ അസറ്റ്സിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട്, അതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇക്വിറ്റി ഈസ് ദ റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ അസറ്റ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ലയബിലിറ്റീസ്. സോ അതാണ് ഇക്വിറ്റി. ഇനി നമ്മുടെ എലമെന്റ്സിലെ 4ാമത്തെ ആളാണ് ഇൻകം. എന്താണ് ഇൻകം? ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ അസറ്റ്സ് ഓർ ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ്. ഒന്നീ അസറ്റ് കൂടുന്നതോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് കുറയുന്നതോ കാരണം നമ്മുടെ ഇക്വിറ്റിയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്, അതാണ് ഇൻകം എന്ന് പറയുന്നത്. സോ ഈ ഇൻക്രീസ് ഇൻ അസറ്റ്സ് കാരണം എങ്ങനെയാണ് ഇക്വിറ്റി കൂടുന്നത്? അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് കാരണം എങ്ങനെയാണ് ഇക്വിറ്റി കൂടുന്നത്? ഇത് നമുക്ക് നോക്കാം. സോ ഞാനൊരു കേക്ക് ബേക്കിംഗ് നടത്തുന്ന ആളാണ്. ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു $300 ആണെന്ന് വിചാരിക്കുക. ഞാൻ ആ കേക്ക് സെല്ല് ചെയ്തത് ഒരു $500 വിചാരിക്കുക. ഓക്കെ. എനിക്ക് ആ ക്യാഷ് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. സോ ഇവിടെ എന്ത് സംഭവിച്ചു? എൻ്റെ പ്രോഫിറ്റ് 200 ആയിട്ട് കൂടി അല്ലേ? എൻ്റെ കയ്യിൽ നിന്ന് 300 രൂപ പോയി എൻ്റെ കയ്യിലേക്ക് 500 രൂപ വന്നു. അപ്പോൾ എനിക്കുണ്ടായ പ്രോഫിറ്റ്, അതാണ് ഈ 200 എന്ന് പറഞ്ഞത്. സോ ഈ 200 ക്യാഷ് എൻ്റെ കയ്യിലേക്ക് വന്നു. ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റാണ്, ഒരു കറണ്ട് അസറ്റാണ്. സോ അസറ്റ് കൂടി, ഇൻക്രീസ് ഇൻ അസറ്റ്. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് കേസ്, ഇൻക്രീസ് ഇൻ അസറ്റ്. ഇനി ഡിക്രീസ് ഇൻ ലയബിലിറ്റി, അതും കൂടി നോക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഞാൻ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് എൻ്റെ സപ്ലയർ എന്ത് ചെയ്തു? എന്നോട് പറഞ്ഞു ഡിസ്കൗണ്ട് തരാമെന്ന്. ഞാൻ പർച്ചേസ് ചെയ്തത് ടോട്ടൽ ഒരു $1,000 വിചാരിക്കുക. ബട്ട് സ്ഥിരം ഞാൻ ഈ ആളുടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു 900 റുപ്പീസ് തന്നാൽ മതി. 900 റുപ്പീസ് തന്നാൽ മതി. ഈ 1,000 ഞാൻ കൊടുത്തിട്ടില്ല, ഞാനിത് പിന്നെയാണ് കൊടുക്കുന്നത്. സോ ഇതെൻ്റെ ലയബിലിറ്റി ആയിരുന്നു. ബട്ട് ഞാൻ എത്ര കൊടുത്താൽ മതി? 900 കൊടുത്താൽ മതി. സോ എന്തായി? എൻ്റെ ലയബിലിറ്റി ഒരു $100 കുറഞ്ഞു. സോ അതാണ് ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ്. ഇതും എന്താണ്? ഒരു തരത്തിൽ ഇൻകമാണ്. സോ ഇൻക്രീസ് ഇൻ അസറ്റ് ഓർ ഡിക്രീസ് ഇൻ ലയബിലിറ്റി
നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇക്വിറ്റിയിൽ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ലാസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇൻകത്തിൻ്റെ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ അസറ്റ്സ് ഓർ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി കോസിങ് ഡിക്രീസ് ഇൻ ഇക്വിറ്റി. അസറ്റ്സ് കുറയുന്നത് കാരണമോ അല്ലെങ്കിൽ ലയബിലിറ്റി കൂടിയത് കാരണമോ ഇക്വിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ഡിക്രീസ് ഇൻ അസറ്റ് വരുന്ന സിനാരിയവും ഇൻക്രീസ് ഇൻ ലയബിലിറ്റി വരുന്ന സിനാരിയവും നോക്കാം. സോ ഫസ്റ്റ് ഡിക്രീസ് ഇൻ അസറ്റ് വരുന്നത് നോക്കാം. എനിക്കൊരു റെൻ്റൽ എക്സ്പെൻസ് ഉണ്ട്. എനിക്ക് ഈ മാസം ഒരു റെൻ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു $10,000 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ $10,000 ഉള്ള ഈ 10,000 ഞാൻ പേ ചെയ്യുന്നില്ല. ഓക്കെ, അൺപെയ്ഡ് ആണ്, ഞാൻ പേ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ലയബിലിറ്റി എന്ത് ചെയ്യും? എൻ്റെ ലയബിലിറ്റി കൂടും. ഈ 10,000 കൊടുത്തില്ല, ഇത് കൊടുക്കാനുണ്ട്. സോ ലയബിലിറ്റി കൂടും. ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇക്വിറ്റി കുറയും. ഇനി ഞാൻ ഈ റെൻ്റ് $10,000 കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക, പേ ചെയ്തു. പേ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അസറ്റ്, എൻ്റെ ക്യാഷ് കുറയും. 10,000 ക്യാഷ് കുറയും. ക്യാഷ് കുറഞ്ഞാൽ അസറ്റ് കുറയുക. സോ അസറ്റ് കുറയുന്നു. അസറ്റ് കുറയുമ്പം ഇക്വിറ്റി ഓൾസോ എന്ത് ചെയ്യും? കുറയും. സോ ഇതാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. ഡിക്രീസ് ഇൻ അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി കോസിങ് ഡിക്രീസ് ഇൻ ഇക്വിറ്റി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് എഫ്എസിനെ കുറിച്ചാണ്. നമ്മൾ ഈ എഫ്എസ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും പെർഫോമൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള 5 എലമെൻറ്റ്സിനെ നമ്മൾ നോക്കി. ആരൊക്കെയാണ്? നമ്മുടെ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഇൻകം, പിന്നെ വരുന്നതാണ് ഇക്വിറ്റി, പിന്നെ വരുന്നതാണ് ലയബിലിറ്റിയും അതുപോലെ തന്നെ അസറ്റ്സും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്.